ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ തലേ ദിവസം തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചാണ് ഞാൻ പൊങ്കാല ഇട്ടത്. അവളുടെ വീട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ശ്രീശക്തിയാണ്. അവരെയാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്, ഈ നിൽക്കുന്ന ആൾ. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ തലേ ദിവസം തന്നെ പോയിട്ട് വണ്ടിയൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഓട്ടോറിക്ഷയിലാണ് പോയത്. അതിനുശേഷം അവിടെ അവളുടെ റിലേറ്റീവ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രീവിയസ് ഡേ തന്നെ, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒന്നും എനിക്ക് രാവിലെ അവിടെ വണ്ടി ഓടിച്ചെത്താം. അന്ന് രാത്രി ക്ഷേത്രത്തിലേക്ക് നമ്മൾ രാത്രിയായ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ തിരക്കും വൈബും എല്ലാം കാണാൻ വേണ്ടിയിട്ട്, ആ ഉത്സവ അന്തരീക്ഷം ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയി. അത് ഒത്തിരി ദൂരം നടന്നു വേണം പോവാൻ, കാരണം വാഹനങ്ങൾ അകത്തേക്ക് കടത്തി വിടത്തില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇതുപോലൊരു ഉത്സവ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാകുന്നത്. ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിനകത്ത് ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്തിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. വഴിയിലൊക്കെ രണ്ട് സൈഡിലും ഒത്തിരി കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നടന്ന് തളർന്ന് ക്ഷീണിച്ച സമയത്ത് നമ്മൾ സർബത്ത് കുടിക്കാൻ കയറിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിനക്ക് സോഡയാണോ കിട്ടിയേ? ഒരു സോഡയാണ് പറഞ്ഞത്, പക്ഷേ ഇതിന് സോഡയാണ്. ഞാൻ പ്ലെയിനാണ് പറഞ്ഞത്. ഉള്ളത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ടി വിയിൽ ഒക്കെ ആ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവിടുത്തെ ചേച്ചിമാരും അമ്മയും ഒക്കെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതായത് തേങ്ങ തിരുമുന്നതും മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നു. വയണയപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് ഫുഡെല്ലാം അവിടുന്ന് കിട്ടും. അന്നദാനം പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും നമ്മൾ അന്നത്തെ ദിവസം ഒന്നും കുക്ക് ചെയ്യാറില്ല. അപ്പോൾ ഞാനും അവളും കൂടി ആ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്യൂ ഒക്കെ നിന്ന് കളക്ട് ചെയ്യുന്നത് ഒരു ഭയങ്കര രസമുള്ളൊരു വൈബായിരുന്നു. ഫുഡ് ക്യൂവിൽ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം ഞാൻ ആ വയണ ഇലയുടെ അകത്ത് ആ ഇലയപ്പം മിക്സ് ചെയ്യുന്ന സംഭവം, പിന്നെ പൊങ്കാല ഇടാനുള്ള അടുപ്പ് സെറ്റ് ചെയ്യുകയാണ് അവൾ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെയുള്ള കാഴ്ചകളാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭാഗമാകുന്നത്. ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു. വയണയപ്പം അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഇലയിൽ അത് മിക്സ് ചെയ്ത് വെക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് എൻ്റെ പൊങ്കാല അടുപ്പ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പൊങ്കാല. ആ പൊങ്കാല ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. നല്ല കിടിലും വെയിലും ചൂടും ഒക്കെയാണ്. ഞാൻ വിചാരിച്ച പോലെ ഒരു ഈസി കാര്യമൊന്നുമല്ല ഈ പൊങ്കാല ഇടുക എന്ന് പറയുന്നത്. പക്ഷേ ഭയങ്കര മൈൻഡിന് ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ തന്ന ഒരു പ്രോസസ്സായിരുന്നു പൊങ്കാല ഇടുക എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ നിന്നൊരു ഇന്നർ കോള് വന്നിട്ടാണ് ഞാൻ പൊങ്കാല ഇടാൻ ഡിസൈഡ് ചെയ്തത്. എല്ലാ വർഷവും ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ശ്രീശക്തി, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ആളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പൊങ്കാല ഇടാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തന്നെ വന്ന് പൊങ്കാല ഇടണം എന്ന് എനിക്കൊരു ഇന്നർ കോള് ഫീൽ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ തന്നെ പോയിട്ട് ഞാൻ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി പൊങ്കാല ഇടാൻ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ പൊങ്കാല തിളച്ച് തൂവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു അഗ്നിയിൽ ഞാൻ മനസ്സുകൊണ്ട് അത്രയും സ്പിരിച്വൽ ഫീലോടുകൂടി ഞാൻ ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച പൊങ്കാല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആ പൊങ്കാല, അതിന് ആ പ്രസാദം തിളച്ച് തൂവുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് വളരെ സ്പെഷ്യലായൊരു മൊമെൻ്റാണിത്. അതിനുശേഷം ആരൊക്കെയോ പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് കിട്ടിയതാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു എൻ്റെ ജീവിതത്തിലെ വളരെ മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.
തിരുവനന്തപുരംകാരിയായിട്ടുള്ള ഞാൻ ഇതുവരെ പൊങ്കാല ഇട്ടിട്ടില്ലായിരുന്നു. ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ പോയി പൊങ്കാല ഇട്ടിട്ടില്ലായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഇപ്പോഴായിരിക്കും അതിൻ്റെ ഒരു സമയം. എനിവേ ഭയങ്കര ഹാപ്പിനെസ്സാണ് അത് തന്നിട്ടുള്ളത്. എല്ലാവരെയും പൊങ്കാലയിട്ട എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സഫലമാകട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.